വെൽക്കം ബാക്ക് ടു ലേണിംഗ്. ഡിസംബർ 3 നടക്കുന്ന KWA ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ എക്സാമിന്റെ സിലബസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സിലബസ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഈ ഒരു സിലബസിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളത് കുറച്ചധികം ഇലക്ട്രോണിക്സ് ടോപ്പിക്സും അതേപോലെ കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ഈ ടോപ്പിക്സ് ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് അവർ സാധാരണ എഴുതുന്ന പരീക്ഷകളിൽ ഇല്ലാത്ത കുറച്ച് ടോപ്പിക്സും കൂടെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നമ്മളെ ലേണിനോ ആപ്പിൽ നിങ്ങൾക്കായിട്ട് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ സിലബസ് അനുസരിച്ചുള്ള റെക്കോർഡഡ് ലെക്ചേഴ്സ്, MCQs, ടെസ്റ്റ് സീരീസ്, PYQs, PDF സ്റ്റഡി മെറ്റീരിയൽ എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ പ്രൈസിലാണ് വരുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്ക് 10 മോഡ്യൂൾസ് ആണ് വരുന്നത് വിത്ത് ഈക്വൽ വെയിറ്റേജ്. എല്ലാത്തിനും 10 മാർക്കാണ് വരുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, അത് നമ്മൾ ഒരുവിധം എല്ലാ പരീക്ഷകൾക്കും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ള ഓംസ് ലോ, KVL, KCL കാര്യങ്ങളൊക്കെ. ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രോ മാഗ്നറ്റിക്സും ആണ് അടുത്ത ഒരു ടോപ്പിക് വരുന്നത്. ദെൻ സെക്കൻഡ് മോഡ്യൂള് ബേസിക് ഇലക്ട്രോണിക്സ് ആണ്. സെമി കണ്ടക്ടർ ഡയോഡ്, ടൈപ്സ് ഓഫ് ഡയോഡ്, ദെൻ ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, ദെൻ അതിൽ കപ്പാസിറ്റർ, ഫിൽട്ടർ സർക്യൂട്ട്സ്, ഇതൊക്കെയാണ് വരുന്നത്. സെമി കണ്ടക്ടർ ഡയോഡ് ആണ് ഫസ്റ്റ് ടോപ്പിക്. അതിൽ വരുന്ന സബ് ടോപ്പിക്സ് ആണ് പറഞ്ഞത്. പിന്നെ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ട്രാൻസിസ്റ്റർ, അതിന്റെ കോൺഫിഗറേഷൻ, ബയസിംഗ് ടെക്നിക്സ്, ദെൻ JFET, MOSFET, UJT, SMD ഒക്കെ വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഈ ഫോട്ടോ ട്രാൻസിസ്റ്റർ, ഫോട്ടോ വോൾട്ടായിക് സെൽ, LED, LCD, ഓപ്റ്റോ കപ്ലർ, അതേപോലെ പവർ ഇലക്ട്രോണിക്സ് ഡിവൈസസും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് അതിനകത്ത് വരുന്നത്. ലാസ്റ്റ് പവർ സപ്ലൈയും കൂടെ വരുന്നുണ്ട്. പവർ സപ്ലൈ, വോൾട്ടേജ് റെഗുലേഷൻ, ലൈൻ റെഗുലേഷൻ, ലോഡ് റെഗുലേഷൻ, ഇതൊക്കെ മറ്റ് പല പരീക്ഷകൾക്കും നമ്മൾ കണ്ടിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്. ഇനി അടുത്ത മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ അത് ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം ബേസിക്സ്, പിന്നെ സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ, ഇത്രയും ടോപ്പിക്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് മോഡ്യൂൾ ഒപ്പാമ്പ് ആണ്. ഒപ്പാമ്പിൽ നമുക്ക് ഫസ്റ്റ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, പിന്നെ ഒപ്പാമ്പിന്റെ ബേസിക്സ്, അതിന്റെ ഡിഫറെന്റ് സർക്യൂട്ട്സ് വരുന്നുണ്ട്. ലൈക്ക് അതിലിപ്പോ നമുക്ക് സമ്മർ, ഇന്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ, ലോഗ് ആംപ്ലിഫയർ, ആന്റി ലോഗ് ആംപ്ലിഫയർ, ഇതൊക്കെ, പിന്നെ DAC, ADC, ആക്റ്റീവ് ഫിൽറ്റേഴ്സ്, ഇത്രയും ടോപ്പിക്സ് വരുന്നത്. പിന്നെ അതിനകത്ത് ഓപ്പാമ്പ് കൂടാതെ ഓസിലേറ്റേഴ്സും കൂടെ വരുന്നുണ്ട്. ഓസിലേറ്ററിൽ വേരിയസ് ടൈപ്സ്, RC ഓസിലേറ്റർ, LC ഓസിലേറ്റർ, ദെൻ മൾട്ടി വൈബ്രേറ്റേഴ്സ്. ഇത് കൂടുതലായിട്ടും ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകൾക്കാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓപ്പാമ്പ് ഓസിലേറ്റേഴ്സും കാണാറുള്ളത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു എക്സാമിന്റെ സിലബസിലും അത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് മോഡ്യൂള്, ഫിഫ്ത്ത് മോഡ്യൂളിൽ വരുന്നത് വയറിംഗ് ആക്സസറീസ് ആണ്. ഇത് ഓൾറെഡി പല പരീക്ഷകൾക്കുള്ളതാണ്. പിന്നെ പവർ ഇലക്ട്രോണിക്സ്, ഓൾറെഡി കുറച്ച് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, അതിനാലും അതും കൂടി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മോഡ്യൂൾ വരുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റാർട്ടിങ് ഫ്രം നമ്പർ സിസ്റ്റം നമുക്ക് എല്ലാം പഠിക്കാനുണ്ട്. അതിന്റെ കൺവേർഷൻസ്, ലോജിക് ഗേറ്റ്സ്, തിയറംസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ കൗണ്ടർ, ഷിഫ്റ്റ് രജിസ്റ്റർ, മൈക്രോ കൺട്രോളർ, ഇത്രയും ടോപ്പിക്സ് വരുന്നത്. പിന്നെ ലോജിക് ഫാമിലീസും സെമി കണ്ടക്ടർ മെമ്മറി. ഓക്കെ, അടുത്ത മോഡ്യൂള് മെഷീൻസ് ആണ്. ഇപ്പൊ DC മെഷീൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, AC മെഷീനും പഠിക്കണം. 8th മോഡ്യൂള് ടെലിവിഷൻ. അപ്പൊ ഇതായിരിക്കും ഇലക്ട്രിക്കലുകാര് സാധാരണ പഠിച്ചിട്ടില്ലാത്ത ടോപ്പിക്കാണ് ടെലിവിഷൻ വരുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ടെലിവിഷൻ, അതിന്റെ ബേസിക്സ്, സാറ്റലൈറ്റ് TV, ഡിജിറ്റൽ സാറ്റലൈറ്റ് റിസീവർ, CCTV, MATV, CATV, അതിന്റെ ഫോർമാറ്റ്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ദെൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പൊതുവെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകൾക്ക് കാണാത്ത ഒരു ടോപ്പിക്കാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ ട്രിപ്പിളിക്കാര് പഠിച്ചിട്ടും ഇല്ലാത്ത ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് മോഡുലേഷനും അതേപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസ്, ദെൻ ASK, PSK, FSK, PAM, PCM, നോയ്സ്, ആന്റിന, ടൈപ്സ് ഓഫ് ആന്റിന, ഇത്രയും പോർഷൻസ് ആണ് അതിൽ വരുന്നത്. അപ്പൊ ആ ഒരു 10 മാർക്കിനുള്ളത് എന്തായാലും കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണ് ഇലക്ട്രിക്കലുകാർ പഠിക്കേണ്ടി വരും. പിന്നെ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇലക്ട്രോണിക് മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ്സ്, അതും വലിയ കുഴപ്പമില്ല. ലാസ്റ്റ് മോഡ്യൂൾ മൈക്രോ കൺട്രോളർ. ഓൾറെഡി മൈക്രോ കൺട്രോളർ ഡിജിറ്റലിന്റെ പോർഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രാ വീണ്ടും അത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് സിലബസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം പഠിക്കാനുണ്ട്.
ഇലക്ട്രിക്കലുകാര് സാധാരണ പരീക്ഷ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറെ ടോപ്പിക്സ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ ഇലക്ട്രോണിക്സിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ടോപ്പിക്സ് എക്സ്ട്രാ വരുന്നുണ്ട്. ഓപ്പാമ്പ് ഓസിലേറ്ററിന്റെ ഭാഗമൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ ടെലിവിഷൻ പഠിക്കണം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പഠിക്കണം. അപ്പൊ കൃത്യമായിട്ടുള്ള ക്ലാസ്സസും ലെക്ചേഴ്സും മെറ്റീരിയലും ഒക്കെ നമ്മൾ ആപ്പിൽ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാം.